ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയും ഗൗതമും ഡ്രസ്സ് എടുത്ത ശേഷം വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ നിധി 17,000 രൂപയുടെ ആ കോട്ടിന് 77,000 രൂപ എഴുതിയത് കാണുമ്പോൾ ഗൗതം തന്നെ അങ്ങ് അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ വസുന്ധരാമയെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വസുന്ധരാമയ്ക്ക് 17,000 രൂപയുടെ കോട്ടാണെന്ന് കാണുമ്പോൾ ഒരു വിലയും ഉണ്ടാവില്ല. അപ്പോൾ 77,000 രൂപയുടെ കോട്ടാണെന്ന് കണ്ടാലേ വസുന്ധരാമയുടെ സ്റ്റാറ്റസിന് യോജിച്ചതാണെന്ന് കരുതിയിട്ട് അതങ്ങ് സ്വീകരിച്ചോളും. അപ്പോൾ ആ കോട്ടിന് നല്ല ഭംഗിയുള്ളതായിട്ട് വസുന്ധരാമക്ക് തോന്നും. വസുന്ധരാമ പണത്തിനാണ് മൂല്യവും പ്രാധാന്യവും ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ ശേഷം അവർ നേരെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ശിവാനിയെ കാണാൻ വേണ്ടിയിട്ട് അമൽ അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ നിധിയുടെ അമ്മയൊന്നും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ അമൽ വരുന്നത്. നിധിയുടെ അമ്മ അമ്പലത്തിലേക്ക് പോയിട്ട് ശിവാനി അമലിനോട് സംസാരിക്കുന്ന ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അമൽ സുഹൃത്തിനെയും കൂട്ടിയിട്ട് അവിടേക്ക് വരികയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ആ നിധിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങണം. കാരണം നിധിക്ക് എന്തായാലും ആ ഫോണിലെ ഫോട്ടോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിലെനിക്ക് ലോക്ക് ഇട്ടത് കൊണ്ട് തന്നെ അത് തുറക്കാനൊന്നും നിധിക്ക് കഴിയില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ശിവാനി സോപ്പിട്ട ശേഷം ആ ഫോൺ അങ്ങ് കൈക്കലാക്കണം എന്നൊക്കെ പറയണേ. അങ്ങനെ ആ സുഹൃത്ത് പറയുന്നുണ്ട്, നീ എന്തായാലും പോയിട്ട് വാ, ഞാൻ ഇവിടെ മാറി നിൽക്കാം എന്നും പറഞ്ഞിട്ട് അമൽ നേരെ അങ്ങ് ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലേണ്ട. അപ്പോൾ ശിവാനി റൂമിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അമൽ റൂമിൽ കയറിയിട്ട് കഥക് അങ്ങ് അടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ശിവാനി അങ്ങ് നോക്കുന്ന സമയത്ത് അമലായിരിക്കും, നീ എന്താ ഇവിടെ, നിന്നോട് ആര് പറഞ്ഞു ഇവിടേക്ക് വരാൻ? ഇവിടെ ഇപ്പോൾ ആരുമില്ല, പക്ഷേ നിധിയൊക്കെ ഇപ്പോൾ കയറി വരും, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്? നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നൊക്കെ പറയട്ടെ ശിവാനി. അപ്പോൾ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത് തന്നെയാണ്. കാരണം നിൻ്റെ ആ വീഡിയോസ് എനിക്ക് അയച്ചു തന്നത് ഞാൻ ആ ഹിന്ദി പടത്തെ ഡയറക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ നീ തന്നെയാണ് ഹീറോയിൻ എന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ ഫോൺ അന്ന് നിധി വാങ്ങിച്ചു വെച്ചില്ലേ, ആ ഫോണിലാണ് നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൻ വേണ്ടിയിട്ട് ആ നമ്പർ എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ആ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നും ശിവാനി. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, നീ ഇപ്പോൾ തൽക്കാലം പോ, ഞാൻ ആ ഫോണൊക്കെ എടുത്ത ശേഷം ഞാൻ നിൻ്റെ അടുത്തേക്ക് കാണാൻ നാളെ വരാം. നീ ഇപ്പോൾ പോയി, ഇപ്പോൾ അച്ഛനും അമ്മയും നിധിയൊക്കെ വരാനുള്ള സമയമായിട്ടുണ്ട്, നീ ഒന്ന് പോ അമ്മയിൽ എന്നൊക്കെ പറയട്ടോ. അത് പറ്റില്ല, എനിക്ക് ആ ഫോൺ കിട്ടിയല്ലാതെ ഞാൻ പോവില്ല. കാരണം നിൻ്റെ കാര്യമാണ്, നീ ഇപ്പോൾ ഹീറോയിൻ ആവണം. ആ ഡയറക്ടറാണെങ്കിലോ എല്ലാ നടിമാരെയും മാറ്റി നിർത്തി നിന്നെ തന്നെ നടിയാക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേറെ ആളുകൾക്ക് വിളിക്കാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഈ നമ്പർ എനിക്ക് കൂടിയേ പറ്റൂ, എനിക്ക് ആ നമ്പർ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്, നീ ഒന്ന് നോക്ക്, നിധിയുടെ റൂമിൽ എന്തായാലും ഉണ്ടാവും എന്നൊക്കെ പറയണം. അങ്ങനെ നിധിയുടെ റൂമിൽ കയറിയിട്ട് എന്നാൽ ശരി നീ അവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നിധിയുടെ റൂമിൽ കയറിയിട്ട് അവിടെയൊക്കെ അങ്ങ് തിരയാണ് കേട്ടോ. അപ്പോൾ അമലാണെങ്കിലും ആരുമില്ലാത്ത ഗ്യാപ്പിൽ ശിവാനിയുടെ അടുത്തേക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ അരിച്ചരിച്ച് പോവാണ്. ദുഷ്ട മനസ്സോടുക്കനെയാണ് അമൽ ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ ശിവാനിയാണെങ്കിലും അമൽ പുറകെ വന്ന് നിൽക്കുന്നതൊന്നും കാണില്ല. ഫോൺ തിരയുന്ന ആ വെപ്രാളത്തിൽ പെട്ടെന്ന് ശിവാനി അങ്ങ് തിരിയണ സമയത്ത് അമൽ അവിടെ, എന്താ അമൽ, നീ എന്താ ഈ കാണിക്കുന്നത്, നീ പുറത്തേക്ക് പോ എന്ന് പറയുമ്പോൾ ഞാനും കൂടി നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്നങ്ങ് പറയുമ്പോൾ നിൻ്റെ സഹായമൊന്നും എനിക്ക് വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ച് അങ്ങ് തന്നാൽ പോരെ, നീ അങ്ങ് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് തിരയാണ്ടോ. അങ്ങനെ നിധിയുടെ റൂമിൽ നിന്ന് തന്നെ ശിവാനിക്ക് ആ ഫോൺ അങ്ങ് കിട്ടുക. ദാ ഇതല്ലേ നിൻ്റെ ഫോൺ, ഇതാ ഇന്ന് എടുത്തു പിടിച്ചോ, നീ പോയേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ ആ ഫോൺ ഓണാക്കുന്ന സമയത്ത് ഓണാവില്ല കേട്ടോ. അപ്പോൾ നീ എനിക്ക് ആ ചാർജർ ഒന്ന് കൊണ്ടു തായോ, കാരണം ഇത് ഫോൺ ഇത്രയും ദിവസം ഓഫായി കിടന്നതുകൊണ്ട് തന്നെ ചാർജ് ഇല്ല, നിൻ്റെ ചാർജർ ഒന്ന് എടുത്തോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആ ചാർജർ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അങ്ങ് ചെല്ലണം കേട്ടോ. അപ്പോഴാവും റൂമിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് വരുന്ന സമയത്താവും നിധിയും ഗൗതമും കൂടി അങ്ങ് കയറി വരുന്നത് കാണണം. അങ്ങനെ ശിവാനി പെട്ടെന്ന് വെപ്രാളം പിടിച്ചുകൊണ്ട് തന്നെ അമലിൻ്റെ അടുത്തേക്ക് ഓടിച്ചിട്ട് അവർ രണ്ടുപേരും ഇവിടേക്ക് എത്തി. ഇനിയിപ്പോൾ എല്ലാ കള്ളിയും പൊളിയും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോവാൻ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നീ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ച് എന്നൊക്കെ പറഞ്ഞ ശേഷം ശിവാനി പെട്ടെന്ന് തന്നെ ഗൗതമിൻ്റെ അടുത്തേക്കൊക്കെ അങ്ങ് പോവാണ്. അപ്പോൾ ഗൗതമും നിധിയും കൂടി ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ നിങ്ങളോ ഗൗതം സുഖമല്ലേ, ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനി അങ്ങ് വെപ്രാളം പിടിച്ചിട്ട് അങ്ങ് സ്വീകരിക്കാൻ കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിധിക്കും ഗൗതമിനും ഒരു സംശയം തോന്നുകയാണ്, ഇവളെന്താ ഇങ്ങനെ വെപ്രാളം പിടിച്ചുകൊണ്ടാണല്ലോ എന്നങ്ങ് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതമാണെങ്കിലോ വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ നിധിയെ അങ്ങ് ഡ്രോപ്പ്
ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. ആ സമയത്ത് നിധി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഗൗതമിനോട് പോകാൻ വേണ്ടി പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, അതെന്താ നിധി, ഒരു താങ്ക്സ് മാത്രമേ ഉള്ളൂ, എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിച്ച് എനിക്കൊരു കാപ്പിയെങ്കിലും തന്നൂടെ എന്ന് ചോദിക്കാൻ. അതിനെന്താ സാറിനിപ്പോൾ കാപ്പി വേണം, എങ്കിൽ വരൂ ഞാൻ തന്നെ കാപ്പി തരാം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, ഇവിടെ ശിവാനി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സാറിനിപ്പോൾ കാപ്പിയാണോ വേണ്ടത് അതോ ശിവാനിയെ കാണലാണോ വേണ്ടത്? അങ്ങനെയല്ല, എനിക്ക് കാപ്പി എന്തായാലും വേണം, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് നിന്നെ ഞാൻ സേഫായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതല്ലേ, എന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും തരാതെയാണോ നീ എന്നെ വിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ സാറ് നല്ല 5 സ്റ്റാർ ഹോട്ടലുകളിൽ കയറാൻ നല്ല അടിപൊളി കാപ്പി കിട്ടും, ഇത്രയും പൈസയുള്ള സാറിന് കാപ്പി കിട്ടാനാണോ ഇത്ര പാട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയല്ലേ, എനിക്ക് വീട്ടിലുണ്ടാക്കിയ കാപ്പിയാണ് എനിക്കിഷ്ടം, ഏത് വീട്ടിലുണ്ടാക്കിയതായാലും എനിക്ക് കാപ്പി ഭയങ്കര ഇഷ്ടമാണ്, ചൂടുള്ള ഒരു കാപ്പിയാണ് എനിക്ക് കിട്ടേണ്ടത് എന്നൊക്കെ പറയും. എങ്കിൽ വരൂ ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം, അതോ ശിവാനി ഉണ്ടാക്കി തരണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാപ്പി മതി, ആരുണ്ടാക്കി തന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അകത്തേക്ക് വരുന്നത്. അങ്ങനെ ശിവാനി ഗൗതമിനെയും നിധിയെയും കാണുമ്പോൾ അമലുള്ളത് കൊണ്ട് തന്നെ അങ്ങ് വെപ്രാളം പിടിക്കുകയാണ്. അങ്ങനെ ഗൗതം ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ശിവാനി അങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വെപ്രാളം കാണുമ്പോൾ നിധിക്കും ഗൗതമിനും എന്തോ ഒരു സംശയമൊക്കെ തോന്നുകയാണ്. അങ്ങനെ എന്താണ് ചോദിക്കുന്നത്, നീ എന്താ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി വന്നത്, നീ അങ്ങനെ വരാറില്ലല്ലോ എൻ്റെ റൂമിലേക്ക് എന്ന് ശിവാനിയോട് നിധി ചോദിക്കുമ്പോൾ, അതോ ഞാൻ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ നിൻ്റെ ചാർജർ എടുക്കാൻ വേണ്ടി അതിനെന്താ ഞാൻ തന്നെ എടുത്തു തരാമെന്നും പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് കയറുമ്പോൾ ശിവാനി ആകങ്ങ് പേടിക്കേണ്ട, അവിടെ അമലുണ്ടല്ലോ, ഇനിയിപ്പോൾ അമലിനെ കണ്ടുപിടിക്കുമോ എന്നുള്ള വെപ്രാളത്തിൽ, വേണ്ട എനിക്ക് ചാർജർ വേണ്ട, എനിക്കിപ്പോൾ കുഴപ്പമില്ല, ആദ്യം ഇപ്പോൾ ഗൗതമിന് കാപ്പിയല്ലേ ചോദിച്ചത്, ആ കാപ്പി ഒന്ന് ഇട്ട് കൊടുക്ക് എന്നങ്ങ് പറയണ്. അത് ഞാൻ മറന്നു, നിൻ്റെ സംസാരത്തിനിടയിൽ ഞാനത് മറന്നു, ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിധി അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ശിവാനി കരുതുന്നുണ്ട്, ഇനി കാപ്പി എപ്പോൾ ഇട്ടുകൊണ്ട് വരാം, കാപ്പി കുടിച്ച് ഗൗതം ഇനി എപ്പോഴാണ് പോകുന്നത്, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അമലിനെ ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ, ആകെ കുടുങ്ങുമല്ലോ, ഇവർക്കാണെങ്കിൽ സംശയമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വെപ്രാളം പിടിച്ച് മനസ്സിലിങ്ങനെ ആലോചിക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ശിവാനി, നിനക്കെന്താ ഒരു വെപ്രാളം, നീ എന്താ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നത്, എന്താ എന്ന് ഒന്നുമില്ല, എന്താ ഈ പൂജയൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കാനുണ്ട്. പൂജയെല്ലാം മംഗളമായിട്ട് നടന്നു എന്നൊക്കെ ഗൗതമും കൂടി പറയണേ. പെട്ടെന്നാവും നിധിയുടെ റൂമിൽ നിന്നും ഒരു കണ്ണാടി വീണ ഒരു സൗണ്ട് അങ്ങ് കേൾക്കാൻ കേട്ടോ. അപ്പോൾ ഗൗതം എന്താ അവിടെ ഒരു സൗണ്ട് അതെന്തോ വീണതാണ്, എന്താണെന്ന് നോക്കാം എന്നും പറഞ്ഞിട്ട് ശിവാനിയും കൂട്ടിയിട്ട് നിധിയുടെ റൂമിലേക്ക് ഗൗതം അങ്ങ് പോവാൻ കേട്ടോ. അപ്പോൾ ആകെ വെപ്രാളം പിടിക്കുന്നുണ്ട്, അമലിനെ കാണുമോ എന്നുള്ള വെപ്രാളത്തിലിട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വരികയെന്ന് കാണുകയാണ് അമൽ. അപ്പോൾ അമൽ പെട്ടെന്ന് തന്നെ കട്ടിലിനടിയിൽ അങ്ങ് കയറി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ, ഗൗതമിൻ്റെ കണ്ണിൽ പെടാതെ. പിന്നീട് അത് നിലത്ത് വീണതാണ്, അതെന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ അങ്ങ് മാറ്റിയിട്ട് ശിവാനി അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോവാണ്. പിന്നീട് അമലിനെ കണ്ടിട്ടില്ല, ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ ശിവാനി മനസ്സിൽ കരുതാണ്ട്. അപ്പോഴത്തേക്കും നിധി കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. എന്നിട്ട് കാപ്പി കൊടുക്കേണ്ട. അങ്ങനെ നിധി ഇട്ട് കൊടുത്ത് ആ കാപ്പി കുടിച്ചിട്ട് ഗൗതം പറയുന്നുണ്ട്, അടിപൊളി കാപ്പി, നീ പറഞ്ഞില്ലേ കുറച്ച് നേരത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയാൽ എനിക്ക് നല്ല കാപ്പി കിട്ടും, പക്ഷേ ആ കാപ്പിയൊന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നുമല്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് നിധി എന്നൊക്കെ പറയണം. അപ്പോൾ നിധിയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ ശേഷം നിധിയും അത് അങ്ങ് സ്വീകരിക്കാണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശിവാനിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്, നിധിയുടെ കാപ്പിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പുകഴ്ത്തുന്ന സമയത്ത്. പിന്നീട് അവർ 3 പേരും കൂടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്, പോയ കാര്യങ്ങളും പിന്നീട് ഡ്രസ്സ് എടുത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടോ. അപ്പോൾ നിധിയാണ് എനിക്കുള്ള കോട്ടൊക്കെ സെലക്ട് ചെയ്തത് എന്നൊക്കെ പറയും. ശിവാനിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവാനിയോട് ഗൗതം ചോദിക്കുന്നു, നിനക്ക് കാണണോ അത് എന്ന് ചോദിക്കേണ്ട. വേണ്ട എനിക്കൊന്നും കാണണ്ട എന്നങ്ങ് പറയുമ്പോൾ ഗൗതം എന്താ ഇവൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞത് റിസപ്ഷൻ്റെ അന്ന് നമുക്ക് സർപ്രൈസ് ആയിട്ട് കാണാമല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാണെന്ന് പറയും. അതെന്തത്ര സർപ്രൈസ് ആയിട്ട് ഇരിക്കാനുള്ളത് എന്നങ്ങ് ചോദിക്കുമ്പോൾ അല്ല, അങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ, അതുകൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് വഴുതി മാറാൻ വേണ്ടി ശിവാനി അങ്ങ് ശ്രമിക്കുകയാണ് കേട്ടോ. എന്നാൽ ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നങ്ങ് പറയുമ്പോൾ നിധി നീ തന്നെ ഗൗതം സാറിനെ യാത്ര അയച്ചിട്ട് വായോ എന്ന് പറയുമ്പോൾ ഞാനല്ലല്ലോ, നീയല്ലേ ശിവാനി യാത്ര അയക്കേണ്ടത് എന്ന് അങ്ങനെയല്ല, ഞാൻ കല്യാണം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയല്ലേ, അപ്പോൾ ഗൗതമിനെയൊക്കെ ഞാൻ യാത്ര അയക്കുമ്പോൾ ആളുകളൊക്കെ പറയില്ലേ ഓരോന്ന്, അതുകൊണ്ട് നീ തന്നെ യാത്ര അയച്ചിട്ട് വായോ എന്നൊക്കെ പറഞ്ഞ് ശിവാനി നിധിയോട് തന്നെയാണ് പറയട്ടോ. അപ്പോൾ നിധി മനസ്സിൽ കരുതുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ ഒരു പന്തില്ലാതെ ഇങ്ങനെ പെരുമാറുന്നത്, ഇവളെന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ടല്ലോ, ഇവളുടെ ഈ ഒരു പെരുമാറ്റത്തിൽ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വയം നിധി മനസ്സിൽ കരുതും.
കരുതുകയാണ് കേട്ടോ. അങ്ങനെ നിധിയും ഗൗതമും കൂടി യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് അമലിനെ പെട്ടെന്ന് നിധിയുടെ റൂമിൽ നിന്ന് കൊണ്ടുപോയിട്ട് നേരെ ബാക്കിലൂടെ അങ്ങ് പറഞ്ഞയക്കുകയാണ് കേട്ടോ ശിവാനി. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്കുക എന്നൊക്കെ അങ്ങ് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അമൽ പോയി കഴിഞ്ഞ ശേഷം അത് ശിവാനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഒരു ആശ്വാസം വരികയാണ്. എന്നിട്ട് ശിവാനി മനസ്സിൽ കരുതുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ ഇവിടേക്ക് കയറി വന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചതിനെ കുറിച്ചൊക്കെ സംശയം തോന്നിയിട്ടുണ്ടാവും, എന്നോടാവും ആദ്യം തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരിക. അതിൻ്റെ മുന്നേ വേറെ എന്തെങ്കിലും ചോദ്യം ചോദിച്ച് അവളുടെ ഉത്തരം മുട്ടിപ്പിക്കണം എന്നൊക്കെ അങ്ങനെ ശിവാനി മനസ്സിൽ കരുതാണ്. പിന്നീട് ഗൗതമിനെ നിധി അങ്ങ് പറഞ്ഞയക്കും. ഗൗതം നിധിയോട് പറയുന്നുണ്ട്, മംഗളകരമായിട്ട് തന്നെ പൂജയൊക്കെ കഴിഞ്ഞു വന്നു, പക്ഷേ നമ്മൾക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വഴക്കിട്ടു. പക്ഷേ നിൻ്റെ ആ ഒരു വഴക്കിടലൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ആസ്വദിച്ചാണ് കേട്ടോ നിധി ഞാൻ കേട്ടോണ്ടിരുന്നത്. അല്ലാതെ എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ലട്ടോ എന്നൊക്കെ ഇങ്ങനെ ഗൗതം നിധിയോട് പറയുന്നുണ്ട്. പിന്നീട് നിധിയോട് ഗൗതം ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്നിൽ നിന്നും എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട്, അത് എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് നിൻ്റെ അമ്മാവിൻ്റെ മകളാണ് ശിവാനി എന്ന് നീ പറയാതിരുന്നത്? അതെന്താ പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നീ പറഞ്ഞത് അവൻ്റെ അനിയനെ കൂടി എനിക്ക് ശ്രദ്ധിക്കണമെന്നൊക്കെ? പക്ഷേ ശിവാനിക്ക് അനിയനില്ലല്ലോ, പിന്നെ എന്താ നീ എന്നാ അങ്ങനെ പറയാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി അങ്ങ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാനായിട്ട് അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ, നീ എന്തോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. പക്ഷേ നിധി നീ ഒന്നോർത്തോ, നീ എന്ത് മറച്ചു വെച്ചാലും ഞാനത് കല്യാണത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഗൗതം അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഗൗതം പോയി കഴിഞ്ഞ ശേഷം നിധി തന്നെ ഒന്നങ്ങ് ആകെ പേടിച്ച പോലെ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് അകത്തേക്ക് കയറി വരുമ്പോൾ ശിവാനി ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ശിവാനി പറയും, നീ എന്തിനാണ് ഗൗതമിൻ്റെ കൂടെ പൂജ ചെയ്യാൻ വേണ്ടി പോയത് എന്നൊക്കെ പറഞ്ഞങ്ങ് ചോദ്യം ചെയ്യാൻ നിൽക്കുക കേട്ടോ. കാരണം അമൽ വന്ന സമയത്തുള്ള ആ വെപ്രാളത്തെക്കുറിച്ച് ശിവാനിയോട് നിധി ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാവും കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നീ അങ്ങ് വല്ലാതെ തെറ്റിദ്ധരിക്കേണ്ട ശിവാനി, ഞാൻ പോയത് തനിയെ തന്നെയാണ്, പക്ഷേ ഞങ്ങളുടെ വണ്ടി കേടുവന്നു. ആ സമയത്താണ് ഗൗതം സാർ അവിടേക്ക് വന്നത്. രണ്ട് കൂട്ടരുടെയും കുടുംബക്ഷേത്രം ഒന്ന് തന്നെ ആയതുകൊണ്ട് മാത്രമാണ് അതിൽ പോയത്. പിന്നീട് ഞാൻ ഗൗതം സാറിന് കോട്ട് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞില്ല, അത് ഞാൻ കാരണമല്ല, ഞാൻ കുറേ വേണ്ട എന്ന് പറഞ്ഞ, പക്ഷേ നിൻ്റെ അച്ഛനാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇന്ന് തന്നെ ഗൗതം സാറിനുള്ള കോട്ടും സൂട്ടും എടുക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ അങ്ങ് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ആ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഉല്ലാസയാത്രയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശിവാനി വീണ്ടും കുത്തിപ്പെടുത്തുമ്പോൾ ശിവാനിയോട് പറയുന്നുണ്ട്, നീ അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ മനസ്സറിഞ്ഞ് തന്നെയാണ് ഈ ഒരു കല്യാണത്തിന് നിൻ്റെ കൂടെ കൂട്ടു നിൽക്കുന്നത്. എനിക്ക് ഈ കല്യാണം മുടക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. നീയാണ് കള്ളത്തരം കാണിച്ചത് എന്നുള്ളതൊക്കെ എനിക്ക് ഗൗതം സാറിനോട് പറയാം, പക്ഷേ ഞാൻ പറയില്ല. നീയും ഗൗതം സാറും തമ്മിലുള്ള കല്യാണം നടക്കണം എന്ന് തന്നെയാണ് ഞാൻ അവിടെ ദേവിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതുവരെ ഒക്കെ ചെയ്യുന്നതും. അതുകൊണ്ട് ഞാൻ കാരണം ഒരിക്കലും നിൻ്റെ കല്യാണം മുടങ്ങുകയില്ല എന്നുള്ളത് ഞാൻ ഉറപ്പു തരാം എന്നൊക്കെ ശിവാനിയോട് നിധി പറഞ്ഞ ശേഷം പിന്നെ അകത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും ശിവാനിയുടെ അച്ഛനും അമ്മയും കൂടി അവിടേക്ക് വരികയാണ് കേട്ടോ, ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട്. അങ്ങനെ അമ്മാവനെ കണ്ടപ്പോൾ നിധി അകത്തുനിന്ന് നിന്ന് വരികയാണ്. എന്നിട്ട് അമ്മാവൻ പറയുന്നുണ്ട്, മോളെ ഇപ്പോൾ ഇന്ന് ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും 100 പവനാണ് ശിവാനിക്ക് എടുത്തു തന്നത്. നമ്മളാണെങ്കിൽ ഇവിടെ 25 പവനുമാണ്. അപ്പോൾ മൊത്തം 125 പവനാണ് ശിവാനിയുടെ കല്യാണത്തിനുള്ള സ്വർണ്ണാഭരണം. അതെല്ലാം തന്നെ മോളെ നിന്നെയാണ് ഏൽപ്പിക്കുന്നത്, നീയാണ് അത് ഭദ്രമായിട്ട് സൂക്ഷിക്കേണ്ടത് എന്ന് പറയും. അതെന്തിന് എൻ്റെ ഏൽപ്പിക്കുന്നത് എന്തിനാ അമ്മാവ? അതൊക്കെ ശിവാനി തന്നെ നല്ലപോലെ നോക്കില്ലേ എന്ന് പറയുമ്പോൾ ശിവാനി തന്നെയാണ് പറഞ്ഞത് നിധിയെ ഏൽപ്പിക്കണം എന്നുള്ളത്. ശിവാനി ആദ്യമായിട്ടാണ് ഒരു നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ രേണുക പറയുന്നുണ്ട്, എന്തിനാ അപ്പോൾ നിധിയെ ഏൽപ്പിക്കുന്നത്? നമ്മളുടെ കയ്യിൽ തന്നെ വെച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണമൊക്കെ പറയാൻ വേണ്ടി പുറത്തേക്ക് പോകും, അതുകൊണ്ട് നമുക്കത് സൂക്ഷിക്കാൻ പറ്റില്ല. നിധിയാവുമ്പോൾ അത് ഭദ്രതയോട് കൂടി സൂക്ഷിക്കും, അതുകൊണ്ട് നിധിയെ തന്നെ ഏൽപ്പിച്ചാൽ മതി. പിന്നെ ഇനി LICയിൽ നിന്നും കിട്ടാൻ പോകുന്ന 3 ലക്ഷം രൂപയും കൊണ്ട് അതും കൂടി നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ തന്നെ അതും സൂക്ഷിച്ചാൽ മതി എന്ന് പറയുമ്പോൾ രേണുക പറയുന്നു, അതിനെന്താ പണം നമുക്ക് സൂക്ഷിച്ചാൽ പോരെ, അതെന്തിനാ നിധിയെ ഏൽപ്പിക്കുന്നത്? നീ ആവുമ്പോൾ അത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് ചിലവാക്കും, പിന്നീട് കല്യാണ സമയത്ത് പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. നിധി ആവുമ്പോൾ അത് നോക്കിയും കണ്ടും മാത്രമാണ് ചിലവാക്കുകയുള്ളൂ, അതുകൊണ്ട് നിധിയുടെ കയ്യിൽ തന്നെ മതി. 125 പവനും ഈ 3 ലക്ഷം രൂപയൊക്കെ നിധി തന്നെ സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശിവാനിയെ കൊണ്ട് തന്നെ ആ സ്വർണ്ണാഭരണങ്ങൾ നിധിയുടെ കയ്യിൽ അങ്ങ് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നിധി അതങ്ങ് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ശിവാനിയാണെങ്കിലും മനസ്സിൽ കരുതുന്നത്, ഞാനൊരു കെണി ഒരുക്കിയിട്ടുണ്ട്, ഞാൻ അമലിൻ്റെ
കൂടെ ബോംബെയിലേക്ക് പോകുമ്പോൾ ഈ ഒരു 125 പവനുമായിട്ടാണ് പോവുക. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ നീയാണ് അത് കട്ടതെന്ന് വരുത്തി തീർക്കും. അങ്ങനെ ആവുമ്പോൾ നീ ഒരിക്കലും ഗൗതമുമായിട്ടുള്ള വിവാഹം നടക്കുകയുമില്ല. നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്യും. നിന്നെ പോലീസുകാർ പിടിച്ചോണ്ട് പോവുകയും ചെയ്യും. ഈ കല്യാണം ഒരിക്കലും നടക്കുകയുമില്ല. നീയും ഗൗതമും തമ്മിലുള്ള കല്യാണം ഒരിക്കലും നടക്കുകയുമില്ല. നീ എന്നും എന്നെക്കാളും താഴെ തന്നെ ജീവിക്കണം. അതാണ് ഈ ശിവാനിയുടെ ആഗ്രഹം. ഞാൻ ബോംബെയിലൊക്കെ പോയി നല്ല വലിയ ഒരു ഹീറോ ആവും. അപ്പോഴൊക്കെ നീ ഇവിടെ പിച്ചക്കാരിയെ പോലെ തന്നെ എന്നും ഒരു അടിമയെ പോലെ തന്നെ എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ശിവാനി നിധിയെക്കുറിച്ച് ഇങ്ങനെ കരുതാൻ കേട്ടോ. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.